ആക്ച്വലി തന്നേക്കണെന്ന് പറഞ്ഞാൽ 900 mm ലോങ് ഉള്ള ഒരു ഇതാണ്. അതിൽ 2 ends 40 mm ആൻഡ് 30 mm ആണ് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 40 mm ഉള്ള ഒരു ഡയമീറ്റർ വരയ്ക്കണം എൻഡിൽ. അതേപോലെ 30 mm ഉള്ള ഒരു ഡയമീറ്റർ ഇവിടെ വരയ്ക്കും. ഇത് ഡയമീറ്റർ 40 mm ഉള്ള ഒരു പാർട്ട്, ഇത് ഡയമീറ്റർ 30 mm ഉള്ള ഒരു പാർട്ട്. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 900 mm തന്നിട്ടുണ്ട് ടോട്ടൽ. ഓക്കെ, അതിൽ 2 ends 30 mm 30 ഈച്ച് 200 mm. ഇതൊരു 200 mm ആണ്, ഇതൊരു 200 mm ആണ്. അപ്പോൾ റിമൈനിങ് എത്ര വരും? 500. ടോട്ടൽ 900, അപ്പോൾ 500 വരും. പിന്നെ സെന്ററിലുള്ള ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഡയമീറ്റർ 15 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അതായത് AB സെക്ഷൻ ആണ്, ABCD എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റിൽ ചോദിച്ചേക്കുന്നത് ലോഡ് തന്നിട്ടുണ്ട് 15 കിലോ ന്യൂട്ടൺ ലോഡ് തന്നിട്ടുണ്ട്. അതായത് പിയുടെ വാല്യൂ പി ഈസികൾ 15 കിലോ, പി ഈസികൾ എത്രയാണ്? 15 കിലോ ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അതേപോലെ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. ഈ ഈസികൾ എത്രയാണ്? 200 × 10³ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. എല്ലാം നമുക്ക് മില്ലിമീറ്റർ സ്ക്വയറിലാണ് നമ്മൾ ചെയ്യുന്നത്. ന്യൂട്ടൺ പെർ mm സ്ക്വയർ തന്നിട്ട് അപ്പോൾ നമുക്ക് അവർ ചോദിച്ചതെന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻ ഈച്ച് സെക്ഷൻ, ഓരോ സെക്ഷന്റെയും സ്ട്രെസ് എന്താണ്. ഇപ്പോൾ എക്സാമ്പിൾ AB എടുക്കാം. സിഗ്മ ഓഫ് AB എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് ബൈ ഏരിയ അല്ലെ, പി ഓഫ് എ ബി ബൈ എ ഓഫ് എ ബി. അപ്പൊ ഇതിന്റെ പി എന്ന് പറഞ്ഞാൽ ലോഡ് 15 × 10³ ആണ്. എ എന്ന് പറഞ്ഞാൽ π/4 × 40². ഇത്രയേ ഉള്ളൂ ആൻസർ. ഓക്കെ, രണ്ടാമത്തത് BC എടുക്കുകയാണെങ്കിൽ സിഗ്മ BC എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് BC ബൈ ലോഡ് BC ബൈ ഏരിയ ഓഫ് BC. അപ്പൊ അതിന്റെ ഫോർമുല ലോഡ് കോൺസ്റ്റന്റ് ആണ് 15 × 10³ ഡിവൈഡഡ് ബൈ ഏരിയ എന്താണ്? π/4 × 15². അതേപോലെ CD എടുക്കുകയാണെങ്കിൽ സിഗ്മ ഓഫ് CD ഈസ് ഈക്വൽ ടു എന്താണ്? പി ഓഫ് CD ഡിവൈഡ് ബൈ ക്യാപിറ്റൽ CD, സോറി ഏരിയ ഓഫ് CD. അപ്പോൾ പി ഓഫ് CD 15 × 10³ ഡിവൈഡഡ് ബൈ π/4 × എത്രയാണ്? 30². അപ്പൊ ഇതാണ് നമ്മുടെ ഇത്. ഓക്കെ, അപ്പൊ ഇതെടുക്കുക, ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്തോ. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടോട്ടൽ എക്സ്റ്റൻഷൻ. എടുത്തായിരുന്നോ? എടുത്തു. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡെൽറ്റ എൽ കണ്ടുപിടിക്കണം. ഡെൽറ്റ എൽ എന്താണ്? P/E × L1/A1 + L2/A2 + L3/A3. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ ഇതിൽ P എന്ന് പറഞ്ഞാൽ എന്താണ്? 15 × 10³ ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ് എത്രയാണ്? 200 × 10³. എല്ലാം ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. L1 എത്രയാണ്? 200 ഡിവൈഡ് ബൈ ഏരിയ എന്താണ്? π/4 × 40² പ്ലസ് L2 എത്രയാണ്? 500 ഡിവൈഡഡ് ബൈ A2 എത്രയാണ്? π/4 × 15² പ്ലസ് A3 എത്രയാണ്? L3 എത്രയാണ്? 200 ഡിവൈഡഡ് ബൈ π/4 × 30². ഇത് കാൽക്കുലേറ്റർ അടിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും.